മാവേലിക്കൊപ്പമാണ്. എവിടെയാണെന്ന് അറിയണ്ടേ? പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിലാണ്. സ്വതവേ KSRTC ജീവനക്കാർ അങ്ങനെ ഓണമൊന്നും ആഘോഷിക്കാറില്ല. ശമ്പളമൊക്കെ കിട്ടാതെ വലിയ പരാതിയും പരിഭവമൊക്കെയാണ് അവർ പതിവായി ഓണക്കാലത്ത് പറയാറുള്ളത്. പക്ഷേ ഈ വർഷം കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. കൃത്യമായി ശമ്പളം കിട്ടിയിട്ടുണ്ട്. ബോണസൊക്കെ വരുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഗിരീഷേട്ടാ, ഇത്തവണ ഹാപ്പി ഓണാണ്, കളർ ഓണാണ്, ശമ്പളമൊക്കെ കിട്ടി? കാരണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ജീവനക്കാരൊക്കെ സംതൃപ്തരാണ്. ശമ്പളം ഇപ്പോൾ 1-ാം തീയതി കിട്ടുന്നുണ്ട്. ഈ മാസം 31-ാം തീയതി കിട്ടി. വലിയ തുകയില്ലെങ്കിലും ജീവനക്കാർക്ക് ബോണസ്, ഫെസ്റ്റിവൽ അലവൻസ് അടക്കം ലഭിച്ചു കഴിഞ്ഞു. നമ്മൾ സ്വതവേ അങ്ങനെ കാര്യമായിട്ട് ഓണാഘോഷമൊന്നും കാണാറില്ല. ഇതവണ ഗംഭീരമാണോ പരിപാടി? പത്തനംതിട്ട ഡിപ്പോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എല്ലാ യൂണിയനും കൂടെ സംയുക്തമായിട്ട് ഇത്തരത്തിൽ ഓണം ആഘോഷിക്കുന്നത്. മാവേലി, പത്തനംതിട്ട വന്നിട്ട് എങ്ങനെയുണ്ട്? പത്തനംതിട്ട അടിപൊളി, സുഖ ജീവിതം. KSRTC ഒക്കെ മൊത്തത്തിൽ മെച്ചപ്പെട്ടോ? മൊത്തത്തിൽ മെച്ചപ്പെട്ടു, ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ പതിവ് പോലെയല്ല KSRTC കാര്യങ്ങൾ കുറച്ചധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഡ്യൂട്ടിയുള്ള ആളുകളൊക്കെ ഉണ്ട്, അവരതിൻ്റെ ഇടയിലൊക്കെയാണ് ഓണാഘോഷത്തിൻ്റെ ഒക്കെ ഭാഗമാകുന്നത്. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ടോ? പ്രാവശ്യം നമുക്ക് KSRTC-ക്കാർക്ക് എല്ലാ കഴിഞ്ഞ കുറേ വർഷത്തേക്കാളും നല്ല ഗംഭീരമായിട്ട് ഓണമാണ്. കാര്യം വെച്ചാൽ 1-ാം തീയതി സാലറി തരുന്നതിന് പകരം 31-ാം തീയതി തന്നെ സാലറി തരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഓണം നല്ല കളർ ഓണാണ്. വീട്ടിലൊക്കെ ഡ്രസ്സൊക്കെ എടുത്തോ? എല്ലാവർക്കും എടുത്തു. അപ്പോൾ KSRTC ജീവനക്കാർ വലിയ സന്തോഷത്തിലാണ്, ഹാപ്പിയാണ്. അപ്പോൾ മാവേലി ഉണ്ട്, അവരുടെ ആഘോഷം ഇങ്ങനെ KSRTC ബസ് സ്റ്റാൻഡിൽ പരസ്യമായി തുടരുകയാണ്. ഇത് മാത്രമല്ല, ഇനി അവരുടെ സദ്യയും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ കാത്തിരിക്കുകയാണ്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട.